ഹലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ രാവിലത്തെ പരിപാടീസൊക്കെ ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ കുറേ ദിവസമായിട്ടോ ഗ്രീൻ പീസ് കറിയും പുട്ടും കഴിച്ചിട്ട്. അപ്പോൾ ഇന്ന് നമുക്ക് പുട്ടും ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാം, അതും പുട്ടും കുറ്റിയില്ല. ഗ്രീൻ പീസ് നമ്മൾ വേവിക്കാൻ വേണ്ടിയിട്ട് ഇതാ വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ട സവാള, തക്കാളി, പൊട്ടറ്റോ അത് നല്ല കുഞ്ഞതായിട്ട് വേണം കേട്ടോ കട്ട് ചെയ്യാൻ, എന്നാലാണ് പെട്ടെന്ന് വെന്ത് കിട്ടുള്ളൂ. പിന്നെ നമ്മൾ പുട്ടിന് വേണ്ടിയിട്ടുള്ള തേങ്ങ റെഡിയാക്കി, പിന്നെ അതാ പുട്ടിൻ്റെ മിക്സ് റെഡിയാക്കി. ഈ പുട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് പുട്ടും കുറ്റിയിലല്ല കേട്ടോ, ഇഡ്ഡലി തട്ടിലെ ആവിലാണ് കേട്ടോ വേവിക്കുന്നത്. തുണിപ്പുട്ട് എന്നൊക്കെ പറയും കേട്ടോ. നമ്മൾ ഇഡ്ഡലി ചെമ്പിൻ്റെ മേലെ തുണി കെട്ടിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കുമല്ലോ, അങ്ങനെയാണ് സംഭവം. അപ്പം ഞാൻ തുണിക്ക് പകരം ഇത് ഇങ്ങനെ ഒരു നമ്മുടെ സ്റ്റീമർ പാത്രം ഉണ്ടാവുമല്ലോ, ഓട്ടപാത്രം, അപ്പം ഞാൻ അതിലിട്ടിട്ടാണ് വേവിച്ചതെന്ന് മാത്രം. കുഴപ്പമൊന്നുമില്ല, നമ്മളെ നോർമൽ പുട്ട് പോലെ തന്നെ ആയിരുന്നു. എന്താണെങ്കിലും നമ്മൾ പുട്ട് പൊടിച്ചിട്ടാണല്ലോ കഴിക്കുക. ഓൾറെഡി പൊടിഞ്ഞ പോലെ ഉണ്ട്, അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് മക്കൾ 9 മണിയൊക്കെ ആകുമ്പോഴാണ് കേട്ടോ, 9 മണിക്കാണ് മദ്രസ വിടുക. സോ 9:15 ആവും കേട്ടോ വീട്ടിൽ. അവർ പൊടിഞ്ഞ പുട്ട് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഉപ്മാവാണ് വേണ്ടാന്ന് പറഞ്ഞിട്ട് കഴിക്കാതിരിക്കും. അപ്പം ഞാനൊരു കുഞ്ഞു പാത്രത്തിലിട്ടിട്ട് ജസ്റ്റ് ഇങ്ങനെ മോൾഡ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഫസ്റ്റ് ഇട്ടത് ഫ്ലോപ്പായി പോയിട്ടോ. പക്ഷെ രണ്ടാമത് ഇട്ടത് കുഴപ്പമില്ല, അത് കുറച്ച് ഞാൻ ഇട്ടുള്ളൂ, അത് കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്തു കേട്ടോ. ഞാനിപ്പോൾ കൂടുതൽ ടെൻഷൻ, കാരണം ഒരാളെ കറക്റ്റായി ഒരാളെ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ പൊരിഞ്ഞ അങ്ങനെ മറ്റേ ആളുടെ പിന്നെയും അതിലേക്ക് തന്നെ ഇട്ടിട്ട് ഈ ഒരു പാത്രത്തിൽ തന്നെ ജസ്റ്റ് നന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് മോൾഡ് ചെയ്തെടുത്തപ്പോൾ സംഭവം കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടിയിട്ടോ. പിന്നെ സൈഡ് ഇങ്ങനെ പോരുന്നില്ലെന്ന് ഞാൻ കൈ വെച്ചിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാണ് ഞാൻ വാതിലൊന്ന് തുറന്നിട്ടത്. രാവിലെ അടിച്ചതാണ് കേട്ടോ വാതിൽ, കാരണം നമ്മൾ അടുക്കളയിൽ പണിയെടുക്കുമ്പോൾ വാതിൽ തുറന്നിട്ടില്ല കാര്യമില്ല, ആരെങ്കിലും വന്ന് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ. ഇന്നാണെങ്കിൽ ഇതാ രാവിലെ നല്ല വെയിലുണ്ടായിരുന്നു, ഇന്നും ഇന്നലെയൊക്കെ നല്ല വെയിലായിരുന്നു. ഞാൻ പുറത്തെത്തിയപ്പോഴത്തേക്കും മക്കളൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ.